രണ്ടാഴ്ചയുടെ ഇടവേളയിൽ ഉണ്ടായത് രണ്ട് വലിയ അപകടങ്ങളാണ്. അപകട കാരണങ്ങൾ വ്യത്യസ്തമാണെങ്കിലും ഈ രണ്ട് അപകടങ്ങളിലും ഒഴുകിപ്പോയത് ശതകോടികളാണ്. മെയ് 24-ന് ആലപ്പുഴ തോട്ടപ്പള്ളി പുറംകടലിൽ ലൈബീരിയൻ ചരക്കു കപ്പൽ MSC എൽസ 3 മുങ്ങിയത് സാങ്കേതിക തകരാർ മൂലമായിരുന്നു. എന്റെ പുറകിൽ കാണുന്ന ഈ വെസൽ ഇതാണ് വാങ്ഹായ് 503. രാസവസ്തുക്കൾ നിറച്ച കണ്ടെയ്നറുകളിൽ ഒന്ന് പൊട്ടിത്തെറിച്ചതാണ്. അഴീക്കലിൽ നിന്ന് 81 കിലോമീറ്റർ ദൂരെ പുറംകടലിൽ സിംഗപ്പൂർ ചരക്കു കപ്പലായ ഈ വാങ്ഹായ് 503 പൊട്ടിത്തെറിക്കാൻ തീ പിടിച്ച് അപകടത്തിൽപ്പെടാനുള്ള കാരണമെന്നാണ് നിഗമനം. എന്തുകൊണ്ടാണ് കേരളത്തിന്റെ തീരമേഖല ഇത്രയേറെ തന്ത്രപ്രധാനമാകുന്നത്? നമുക്കറിയാവുന്നതുപോലെ 590 കിലോമീറ്റർ നീളമുള്ളതാണ് നമ്മുടെ തീരമേഖല. കൊച്ചി, ബേപ്പൂർ, വിഴിഞ്ഞം തുടങ്ങി പ്രധാനപ്പെട്ടതും അല്ലാത്തതുമായ 17 തുറമുഖങ്ങളുണ്ട് നമുക്ക്. മറ്റ് രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളുമായി അടക്കമുള്ള പഴയ വാണിജ്യപാതയുണ്ട്. വ്യാപാര ചരക്കുകളുടെ ഒഴുക്ക് കൂടിയിരിക്കുന്നു, പ്രത്യേകിച്ച് സമുദ്രമാർഗം ചിലവ് കുറവായതോടുകൂടി. ഇനി നമുക്ക് നോക്കേണ്ട കാര്യം എന്താണ് ഈ അപകടങ്ങൾ വർദ്ധിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനം പഴകിയ കപ്പലുകളും അതിലെ അറ്റകുറ്റപ്പണിയുടെ കുറവുമാണ് എന്ന് തന്നെ പറയാം. കാരണം ഈ പഴകിയ കപ്പലുകളാകുമ്പോൾ ഇവിടെ ഈ തീപിടുത്തം, അതുപോലെ തന്നെ പൈപ്പ് ഫ്ലോട്ട്, ഫ്യൂൽ ലീക്ക് എന്നിവ സാധാരണമാണ്. ഉദാഹരണത്തിന് 15 ദിവസം മുൻപ് കത്തിയ കപ്പൽ നമുക്കറിയാവുന്നത് പോലെ എൽസ 3. ഈ കപ്പൽ 27 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച ഒന്നാണ്. അന്ന് ഈ ചരക്കു കപ്പലായിരുന്നത്, പിന്നീട് അതൊരു കണ്ടെയ്നർ ഫീഡർ ഷിപ്പാക്കി മാറ്റി. ഈ രൂപമാറ്റമൊക്കെ അനുവദനീയമാണ്, പക്ഷേ മാനദണ്ഡങ്ങൾ പാലിക്കണം എന്ന് മാത്രം. എൽസയുടെ കാര്യത്തിൽ 13 തവണയാണ് ഉടമകൾ മാറി മാറി വന്നത്. 1ഉം 2ഉം വർഷം കൈവശം വച്ചിരുന്നതിനു ശേഷം ഓരോരുത്തരും കൈമാറുകയായിരുന്നു. ഇതുതന്നെ കപ്പലിന്റെ ശേഷിയെ ബാധിക്കുമെന്നാണ് പറയുന്നത്. കൃത്യമായ അറ്റകുറ്റപ്പണി നടത്താതെ എങ്ങനെയും വിറ്റൊഴിയുന്ന രീതിയാണ് ഇതുവരെ തുടർന്ന് പോകുന്നത്. അപ്പോൾ ഈ അപകട സമയത്തുണ്ടായ കാലാവസ്ഥ നോക്കുക. സാധാരണ ആഴക്കടലിലൊക്കെയുള്ള കാലാവസ്ഥ മാത്രമായിരുന്നു കൊച്ചി തീരത്തും അന്നുണ്ടായിരുന്നത്. ഓഖിയെ പോലുള്ള വലിയ കൊടുങ്കാറ്റൊന്നും വീശിയിരുന്നതുമില്ല. പക്ഷേ അത്തരം സാഹചര്യങ്ങൾ പോലും മറികടക്കാനുള്ള ഒരു ശേഷിയുടെ കുറവാണ് ഈ അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. കാരണം ഓരോ കപ്പലുകളും നിർമ്മിക്കുന്നതും നിർമ്മിച്ചുകൊണ്ടിരിക്കേണ്ടതും ഒക്കെ ഇത്തരത്തിലുള്ള വലിയ കാറ്റുകളെയോ അസാധാരണ സാഹചര്യങ്ങളെയോ ഒക്കെ മറികടക്കാനുള്ള ശേഷിയോടുകൂടി വേണം. സാധാരണ ഉണ്ടാകാറുള്ള കാറ്റിലും തിരയിളക്കത്തിലും പോലും എൽസയുടെ ചട്ടക്കൂടിന് കേടുപാടുകൾ സംഭവിക്കുകയാണ്. നമ്മൾ ഇതിന് തിരികെ വീണ്ടും അപകടമുണ്ടായ കപ്പലിലേക്ക് തന്നെ വരികയാണെങ്കിൽ മൂന്നാമത്തെ കാരണത്തിലേക്ക് വന്നാൽ, ഈ അപകടങ്ങൾ സ്ഥിരമാകുന്നത്, അതായത് എന്തുകൊണ്ടാണ് കേരള തീരത്ത് അപകടങ്ങൾ സ്ഥിരമാകുന്നത് എന്ന മൂന്നാമത്തെ പോയിന്റിലേക്ക് വന്നാൽ, അത് ഫയർ സേഫ്റ്റി മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിക്കാൻ ആവശ്യമായ സേഫ്റ്റി ഗിയറുകളും എയർ ഫൈറ്റിംഗ് സംവിധാനങ്ങളും ഇല്ലാത്തത് ദുരന്തങ്ങൾക്ക് പലപ്പോഴും വഴിയൊരുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി മറ്റ് കാരണങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അത് കാലാവസ്ഥാ വ്യതിയാനവും കടൽ സാഹചര്യങ്ങളുമാണ്. ഈ ഉണ്ടാകുന്ന കാറ്റുകൾ, മിന്നൽ തുടങ്ങിയവയൊക്കെ ഇതിനെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. മാത്രമല്ല മരീന പാറ്റേണുകൾ ഹാൻഡിൽ ചെയ്യുന്ന കപ്പലുകൾ കൂടിയ അപകട സാധ്യതയൊക്കെ ഉള്ളവയുമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് കാരണങ്ങൾ ഇതിൽ വരുന്നു. ഇനി ദുരന്തത്തിന് പിന്നാലെ സംഭവിക്കുന്നത് എന്തൊക്കെയാണ്? ചരക്ക് കത്തി നശിക്കുന്നുണ്ട്. ഈ ചരക്ക് കത്തി നശിക്കുന്നതിലൂടെ എന്താ വരിക? കോടികളുടെ നാശമാണ് ഉണ്ടാകുന്നത്, നാശനഷ്ടം. ഇതിനൊക്കെ പുറമെ പരിസ്ഥിതി ശോഷീകരണം ഉണ്ടാകും. നമ്മുടെ തീരദേശ പരിസ്ഥിതി മലിനമാകുന്നുണ്ട്, ജീവനൊടുക്കലുകൾ ഉണ്ടാകുന്നുണ്ട്, തൊഴിലാളികളുടെ സുരക്ഷാ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. തീരദേശ ജനതയ്ക്ക് തന്നെ അത് വലിയ അപകട ഭീഷണി സൃഷ്ടിക്കുന്നുമുണ്ട്. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ദിവസത്തെ കപ്പൽ അപകടം നോക്കൂ. കോഴിക്കോട് നിന്ന് 162 കിലോമീറ്ററും കണ്ണൂരിൽ നിന്ന് 81 കിലോമീറ്ററും അകലെയാണ് ഈ തീപിടിച്ച നമുക്ക് പുറകിലായി കാണുന്ന ഈ വാങ്ഹായ് കപ്പലുള്ളത്. ഈ തീപിടിച്ച കപ്പലുള്ളത് അന്തരീക്ഷത്തിലൂടെ അപകടങ്ങളൊന്നും വരില്ല എന്നത് നമുക്ക് ആശ്വസിക്കാം. പക്ഷേ അപകടത്തിന് പിന്നാലെ 22 കണ്ടെയ്നറുകൾ കടലിൽ വീണിട്ടുണ്ട്. അവ തൃശ്ശൂർ മുതൽ മംഗലാപുരം വരെ ഏതു തീരത്തേക്കും എത്താം. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾക്ക് തിരിച്ചടിയാകുന്നത് ആവർത്തിക്കുന്ന സ്ഫോടനങ്ങളാണ്. തീ പടരുന്നതിനൊപ്പം തന്നെ കൂടുതൽ കണ്ടെയ്നറുകൾ പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഈ സ്ഫോടനങ്ങളിൽ നിരവധി കണ്ടെയ്നറുകൾ തെറിച്ച് കടലിൽ വീഴാം. ഇപ്പോൾ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ലെങ്കിലും നമ്മൾ കരുതിയിരിക്കേണ്ടി വരും. കാരണം രാജ്യാന്തര കപ്പൽ ചാലിൽ ഇത്ര കൊടിയ രാസവസ്തുക്കൾ കലർന്നാലുള്ള അപകടമുണ്ട്. കപ്പലുകൾക്ക് മാറി മാറി സഞ്ചരിക്കേണ്ടി വരും. എന്നാൽ അതിനുമപ്പുറം കടലിലെ ആവാസ വ്യവസ്ഥയെ ഇത് ബാധിക്കാം.
രാസസാന്നിധ്യമുള്ള കടലിൽ നിന്ന് മത്സ്യങ്ങളും കടൽ ജീവികളും ഒക്കെ കൂട്ടത്തോടെ മാറിപ്പോകും. ഇത് മീൻപിടുത്തത്തെ ഉലയ്ക്കും. ബേപ്പൂര് മുതൽ മംഗലാപുരം വരെയുള്ള തീരങ്ങളിൽ നിന്ന് മീൻപിടുത്ത ബോട്ടുകൾ പോകുന്ന ഇടത്താണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് ആ പ്രദേശത്തെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇപ്പോൾ ട്രോളിംഗ് നിരോധനത്തിൻ്റെയൊക്കെ സമയമാണ്. അതുകൊണ്ട് തന്നെ വലിയ ബോട്ടുകൾക്ക് കടലിൽ പോകാൻ വിലക്കുണ്ട്. ചെറിയ വള്ളങ്ങളിൽ തീരക്കടലിൽ മാത്രമാണ് മീൻപിടുത്തം നടക്കുക. അതുകൊണ്ട് ഈ രണ്ട് അപകടവും ഉടനെ ഒന്നും തന്നെ മത്സ്യത്തൊഴിലാളികളുടെ തൊഴിലിനെ ബാധിക്കില്ല. പക്ഷേ ഭാവിയിൽ മത്സ്യസമ്പത്തിനെ ബാധിക്കുമോ എന്ന് പരിശോധനകളിലൂടെ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഇനി നമുക്ക് നോക്കേണ്ട ഒരു കാര്യം എങ്ങനെ വേണം ഇതിൻ്റെ പ്രതിരോധം എന്നുള്ളതാണ്. കപ്പലുകൾക്ക് കർശനമായ ഇൻസ്പെക്ഷൻ കൂടിയേ മതിയാവുകയുള്ളൂ എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. പ്രവർത്തനാനുമതി നൽകുന്നതിന് മുൻപ് തന്നെ കർശനമായ പരിശോധന വേണ്ടിവരും. രാജ്യാന്തര സേഫ്റ്റി സർട്ടിഫിക്കേഷനൊക്കെ നിർബന്ധമാക്കേണ്ടി വരും. ഈ കാര്യത്തിൽ തീരദേശത്തെ സുരക്ഷാ സംവിധാനം ശക്തമാക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രതിരോധമാക്കി. ഇപ്പം ഈ മറൈൻ പോലീസ്, കോസ്റ്റ് ഗാർഡ്, അതുപോലെ തന്നെ പോർട്ട് അതോറിറ്റി ഇതിനെയൊക്കെ സംയുക്തമായി ചേർന്നുള്ള ഒരു ഓപ്പറേഷൻ ഇവിടെ വേണ്ടിവരും എന്നുള്ളൊരു കാര്യമാണ്. ഒപ്പം തന്നെ ഡിജിറ്റൽ ട്രാക്കിംഗ് സംവിധാനവും വേണം. നമ്മുടെ വിഴിഞ്ഞം പോലുള്ള അത്യാധുനിക പോർട്ടുകൾ വഴി സുരക്ഷിത ചരക്കുനീക്കം പ്രോത്സാഹിപ്പിക്കുക എന്നതുമൊക്കെ നമുക്ക് പ്രതിരോധ മാർഗങ്ങളായി മുന്നിൽ വയ്ക്കാം എന്നുള്ളതാണ്.